പത്തനംതിട്ട കോന്നി തണ്ണിത്തോട് മൂഴിക്ക് സമീപം കഴിഞ്ഞ ദിവസം അവശനിലയിൽ കണ്ട കാട്ടാന ചരിഞ്ഞു. വനത്തിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, കഴിഞ്ഞ ദിവസം തന്നെ ആന അവശനായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങൾ, ഒപ്പം തന്നെ ഇനി എന്താണ് വനം വകുപ്പിന്റെ മുന്നോട്ടുള്ള നടപടി? തീർച്ചയായും ചെയ്തു. കഴിഞ്ഞ 2 ദിവസമായി ആനയെ അവശ നിലയിൽ കണ്ടിരുന്നു. കൂട്ടമായി എത്തിയ ആനകളിൽ ഒരാനയാണ്, ഒരു പിടിയാനയാണ് ഇത്തരത്തിൽ ഈ കല്ലാറ്റിൽ തുടർന്നത്. അത് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ആറ്റിലെ വെള്ളം മാത്രം കുടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം രാത്രി അത് കാട് കയറുകയും എന്നാൽ വീണ്ടും പുലർച്ചെ തിരികെ ഒരു കുട്ടിയാനയോടൊപ്പം തിരികെ എത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇതിനെ കാട് കയറ്റാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയെങ്കിലും അത് കാട് കയറിയിരുന്നില്ല. അവശ നിലയിൽ തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. പിന്നീട് തുടർന്ന് ഈ ആന കാട് കയറി. തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ തെരച്ചിലാണ് ഇത്തരത്തിൽ ആന ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഈ നിലവിൽ ആനയെ ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എത്തി പരിശോധനയൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും ആനയ്ക്ക് എന്തെങ്കിലും കാര്യമായ അസുഖമുള്ളതായി ഒരു വിവരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ആന വലിയ അവശ നിലയിലുമായിരുന്നു. ആനയെ തീ ഉൾപ്പെടെ കത്തിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നെങ്കിൽ പോലും ആന വളരെ അവശ നിലയിലായതുകൊണ്ട് തന്നെ ആ ശ്രമങ്ങളെല്ലാം വിഫലമായിരുന്നു. ആളുകൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ പോലും ആന ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ സ്ഥലത്ത് നിന്ന് മാറുകയോ ചെയ്യാൻ പോലും കഴിയാത്തത്രയും അവശ നിലയിലായിരുന്നു. ശ്രീരാജ, കഴിഞ്ഞ ദിവസമാണ് ഈ ആനയെ അവശ നിലയിൽ കണ്ടെത്തിയത്. ആന ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ ആനയെ ചരിഞ്ഞ നിലയിൽ വനം വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന്.